സിറിയയിൽ വിമതർ വൻ മുന്നേറ്റം നടത്തിയപ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി പ്രസിഡന്റ് ബഷർ അൽ അസദ് രാജ്യം വിട്ടത്. രഹസ്യനീക്കത്തിലൂടെ റഷ്യയാണ് അസദിനെ രക്ഷിച്ചത്. നിലവിൽ മോസ്കോയിലാണ് അസദ് രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നത്. മോസ്കോയിൽ എത്തിയതിന് പിന്നാലെ അസദ് രാജ്യത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു റിപ്പോർട്ട് പുറത്തുവരുന്നു. അസദിനെ മോസ്കോയിൽ വെച്ച് വിഷം കൊടുത്തു കൊല്ലാനുള്ള ശ്രമം നടന്നതായാണ് റിപ്പോർട്ട്. വിമതർ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ മുൻ നേതാവ് കഴിഞ്ഞ വർഷം ഡിസംബർ 8 മുതൽ മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സംരക്ഷണത്തിലായിരുന്നു. റഷ്യയിലെ ജനറൽ SVR എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടാണ് അസദിനെ വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി റിപ്പോർട്ട് ചെയ്തത്. ഞായറാഴ്ചയാണ് അസദ് അസുഖബാധിതനായത്. അദ്ദേഹം വൈദ്യസഹായം തേടുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അസദിന്റെ ശരീരത്തിൽ വിഷം എത്തിയതായി സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ചയോടെ അസദ് അപകടനില തരണം ചെയ്തു. എന്നാൽ ചുമയും ശ്വാസം മുട്ടും അസദിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അസദ് തന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെയാണ് ചികിത്സ സ്വീകരിച്ചത്. തിങ്കളാഴ്ചയോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർവ്വസ്ഥിതിയിലാക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വിഷം കലർന്നതായി പരിശോധനയിൽ തെളിഞ്ഞതോടെയാണ് വധശ്രമമായിരുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. റഷ്യയുടെ സംരക്ഷണയിൽ കഴിയുന്ന അസദിനെ തീർക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ CIA നടത്തിയ നീക്കമാണെന്നുള്ള അഭ്യൂഹങ്ങളും പുറത്തുവരുന്നുണ്ട്. മോസ്കോയിൽ വെച്ച് അസദിന് അത്യാഹിതം സംഭവിച്ചാൽ അത് പുടിന്റെ പ്രതിച്ഛായയ്ക്ക് സാരമായി മങ്ങലേൽക്കുമെന്ന നിഗമനത്തിലാണ് പുതിയ നീക്കമെന്ന സൂചനകളുമുണ്ട്. 2 പതിറ്റാണ്ടത്തെ അസദിന്റെ ഭരണത്തിന് തിരശ്ശീലയിട്ടുകൊണ്ട് വിമതർ അധികാരം പിടിച്ചെടുത്തതോടെയാണ് അസദും ഭാര്യ അസ്മയും റഷ്യയിൽ അഭയം തേടിയത്. ലണ്ടനിൽ ജനിച്ച അസ്മ അവിടേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചെങ്കിലും പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞതോടെ UK പ്രവേശിക്കാൻ വിലക്ക് നേരിടുകയാണ്. അസ്മ വിവാഹമോചനം നേടി UK പിന്നീട് മടങ്ങുമെന്നാണ് സൂചന. മാത്രമല്ല, റഷ്യയിൽ അഭയം തേടിയ അസദ് കഴിയുന്നത് തടങ്കലിലെന്ന പോലെയാണ്. മോസ്കോ വിടാനോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആസ്തികൾ റഷ്യൻ അധികൃതർ മരവിപ്പിച്ചിരിക്കുകയാണ്.